ഹായ്, എല്ലാവർക്കും സുഖമല്ലേ? ഞാൻ ഇന്ന് ഒരു പുളിശ്ശേരി ഉണ്ടാക്കാൻ പോവുകയാണ്. എല്ലാവരും കാണണേ. അതിനായി ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത്, വെളുത്തുള്ളി, പച്ചമുളക്, പിന്നെ തേങ്ങ മഞ്ഞൾപ്പൊടിയും ജീരകവും കൂടി ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കണം. അപ്പോൾ ചട്ടി ചൂടായി അതിലേക്ക് നമ്മൾ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തു. എണ്ണ ചൂടായി കടുക്, ഉലുവ, വറ്റൽമുളക്, കറിവേപ്പില, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും എല്ലാം നന്നായിട്ട് മൂത്തു. അപ്പോൾ നമ്മൾ അരച്ച് വെച്ചിരുന്ന അരപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുത്തു. വീഡിയോ പിടിക്കാൻ ആരും ഇല്ലാത്തത് കൊണ്ടാണ് ഞാനത് കാണിക്കാതിരുന്നത് കേട്ടോ. അരപ്പ് നന്നായിട്ട് ഒന്ന് വേകണം. മിക്സിയുടെ ജാറ് കഴുകിയ വെള്ളവും കൂടെ ഞാൻ ഒഴിച്ചു കൊടുത്തായിരുന്നു. ഇനി ഈ അരപ്പ് നന്നായിട്ടൊന്ന് വേകണം. ഇനി നമ്മൾ മോര് ഒഴിച്ചു കൊടുക്കണം. തൈര് ഞാൻ ഉടച്ച് വെച്ചതാണ്, അതങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാൻ പോവുകയാണ്. ആവശ്യത്തിന് ഉപ്പും കൂടെ ഇടുന്നു. നന്നായി ഇളക്കി. ഇത് തിളക്കരുത്, പിരിഞ്ഞു പോവും. നന്നായി ഇളക്കിക്കൊണ്ടിരിക്കുകയേ ഉള്ളൂ. ചൂടാകുന്നത് വരെ നന്നായിട്ട് ഇളക്കുക. പുളിയും ഉപ്പും ഒക്കെ പാകത്തിനാണ്. ഇനി പുളി കൂടുതലുണ്ടെങ്കിൽ നിങ്ങൾ ഉണ്ടാക്കുമ്പോഴാണെങ്കിലും, ഞാൻ ചെയ്യുന്നത് പുളി കൂടുതലാണെങ്കിൽ ഞാൻ ശകലം പഞ്ചസാര ഇടും. അപ്പോൾ നല്ലൊരു ടേസ്റ്റ് വരും. പുളിയും ഉപ്പിൻ്റെയും എല്ലാം പിന്നെ ടേസ്റ്റ് ബാലൻസ് ചെയ്തോളും പഞ്ചസാര ഇടുമ്പോൾ. ഞാനങ്ങനെയാണ് ചെയ്യുന്നത്. ഇതാണ് എൻ്റെ പുളിശ്ശേരി. അപ്പോൾ എൻ്റെ ഈ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഞാൻ ഇതുവരെ നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ വന്നിട്ടില്ല. കാരണം എനിക്ക് വീഡിയോ എടുത്തു തരാൻ ആരുമില്ല. മോളുണ്ടായിരുന്നപ്പോൾ അവൾ വീഡിയോ പിടിച്ചു തരുമായിരുന്നു. ഇപ്പോൾ അവൾ പോയി. ഞാൻ തനിയെ വേണം ചെയ്യാൻ. അതിനുള്ള പ്രാക്ടീസ് ഒന്നും ആയിട്ടില്ല. അതുകൊണ്ടാണ്. എല്ലാവരും എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണം. എനിക്കറിയാവുന്ന പോലെയൊക്കെയാണ് ഞാൻ ഈ വീഡിയോ എടുത്തത്. മാത്രമല്ല, ഇതെല്ലാം എനിക്കറിയാവുന്ന രീതിയിലാണ് ചെയ്യുന്നത്. ഈ പാചകങ്ങളൊക്കെ എനിക്കറിയാവുന്ന രീതിയിലാണ്, എൻ്റേതായ ഇതിലാണ് ചെയ്യുന്നത്. ആരും പറഞ്ഞു തന്നിട്ടോ അവരുടെ ഒന്നും നോക്കി ചെയ്യുന്നതൊന്നുമല്ല. എൻ്റേതായ രീതിയിലാണ് ചെയ്യുന്നത്. അത് ചിലപ്പോൾ നല്ലതായിരിക്കാം, ചീത്തയായിരിക്കാം. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ടാറ്റാ.